നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായൊക്കെ സുഖമായി വരുന്നുണ്ട്. ഗുളിക കഴിക്കുമ്പോൾ വേദന കുറയും. ഗുളികയുടെ ആ ഒരു ഇത് മാറുമ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ട്. ഒന്നും കുഴപ്പമില്ല, ചെറിയൊരു രീതിയിലുള്ള കേട്ടോ, വലിയ രീതിയിലില്ല. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുണ്ട്, ദോശയുണ്ട്, കടലക്കറി ഉണ്ട്. ഇത് മില്ലറ്റ് പുട്ടാണ് കേട്ടോ, അരിപ്പുട്ടുണ്ട്. വെറൈറ്റീസ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ. ആർക്ക് വേണോ എന്ത് വേണോ കഴിക്കാം. സ്കൂൾ ബസ് പോയി കഴിഞ്ഞാൽ സ്കൂൾ ടൈമിലൂടെ ഭയങ്കര ഇതാട്ടോ ബസ്. ഇവിടെ കാട് വെട്ടാൻ പോകണം. വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഫുൾ കാട് പിടിച്ചിടക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കോർപ്പറേഷനിലെ ആൾക്കാർ വന്ന് കാടിനെ ഇങ്ങനെ വെട്ടും. നമ്മളും ഇടയ്ക്കിടയ്ക്ക് വെട്ടും, പക്ഷേ പിറ്റേ ദിവസം തന്നെ അതിനെക്കാട്ടി ഡബിളായിട്ട് പൊടിച്ചു വരും. മാസത്തിൽ ഒരു ദിവസം വരുമെന്ന് തോന്നുന്നല്ലേ കോർപ്പറേഷനിൽ നിന്ന്. അന്ന് വരും. ഇത് കടലക്കറിയാ തേങ്ങാക്കറിയാ? ഇന്നലെ ബീഫ് വെച്ച്, ബീഫ് മൊത്തം തേങ്ങയായിരുന്നു. കഷ്ണം കുറവും തേങ്ങ കൂടുതലും. കണ്ടത് കോർപ്പറേഷനിൽ ചെയ്യണതാണ്. എനിക്ക് അകത്ത് വരേണ്ട പൊടി കറിക്കും, മണ്ണ് കല്ലൊക്കെ. എവിടെ നിന്നായാലും എപ്പോഴെങ്കിലും ഒരു പട്ടിയും ഒരു പട്ടിക്കുട്ടിയും ഇങ്ങനെ വന്ന് വീടിൻ്റെ മുന്നേ ഉണ്ടാവും കേട്ടോ. ഒരു പക്ഷേ ഇവിടെ അതിന് ആഹാരം കൊടുക്കാൻ ആളുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാവാം. വേറെ ആരില്ല കേട്ടോ, അച്ഛനാണ് ഇതിനൊക്കെ തീറ്റയും വെള്ളമൊക്കെ കൊടുക്കുന്നത്. ഞങ്ങളൊക്കെ വഴക്ക് പറയും, എങ്കിലും അത് കൊടുക്കുന്ന കാണുമ്പോഴേ പാവം. അതിനെങ്ങും കിട്ടാതെ വരുമ്പോഴല്ലേ ഇതുപോലെ എവിടെയെങ്കിലും കിട്ടുന്ന സ്ഥലത്ത് വന്നത് കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വന്ന പട്ടി അപ്പോഴേ വന്നിട്ട് അങ്ങനെ പോയി കേട്ടോ. നമുക്കിവിടെ ഒരു ശരവണ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയാൻ തോന്നുന്നു അല്ലേ? ശരവണ ഇപ്പോൾ ജംഗ്ഷനിലോട്ട് ഷിഫ്റ്റ് ആയിട്ടോ. ഇപ്പോൾ ശരവണൻ്റെ പേര് ബിൻസി എന്നാണ്. അതൊരു പെമ്പട്ടിയല്ലേ, അതുകൊണ്ട് അവിടെ ഉള്ളവർ തന്നെ ബിൻസി എന്ന് പേരിട്ടു. രാവിലെ ഗേറ്റ് തുറന്നത് പപ്പി ചാടിപ്പോയി കേട്ടോ. ഒരു അവസരം കിട്ടി, ആ സെക്കൻഡിൽ ചാടിപ്പോവും ആൾ. പിന്നെ എവിടെ നേരം പോയി പിടിച്ചുകൊണ്ട് വരണം. അങ്ങനെ അച്ഛൻ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ട് വന്നതാട്ടോ. ഇത് ഏട്ടൻ വന്നിട്ടാണ് എപ്പോഴും ഈ ഗേറ്റെല്ലാം തുറന്നിടുന്നത്. ആ തക്കം നോക്കി പപ്പി ചാടി പോവുകയും ചെയ്യും കേട്ടോ. പപ്പിക്ക് സ്വതന്ത്രമായിട്ട് നടക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു 6-7 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെയൊക്കെയാണ് പപ്പിയെ അഴിച്ചു വിടുന്നത്. അതുവരെ പപ്പിയെ കെട്ടിയിട്ടേക്കും. ഭയങ്കര ശല്യമായിട്ട് ഇങ്ങനെ ഗേറ്റൊന്നും തുറക്കാൻ പറ്റില്ല. അപ്പോഴേ ആൾ ചാടി പോകുന്നതുകൊണ്ട് എപ്പോഴും കെട്ടിയിടും. പിന്നെ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് കയറി വരുമ്പോഴേ ആൾ ചെറിയ കടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം കൂട്ടിലിട്ട് ഇങ്ങനെ ആരെയും കാണിക്കാതെ ഇങ്ങനെ വളർത്തുന്നില്ല. അപ്പോൾ പുറത്തുനിന്നൊരാൾ വരുമ്പോൾ അടുത്ത പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും കെട്ടിയിടാണ് ചെയ്യുന്നത്. വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും അഴിച്ചു വിടും. അത് നമ്മുടെ സേഫ്റ്റിക്കും നല്ലതാണ്, അതുകൊണ്ട് അഴിച്ചുവിടും. ഞാനങ്ങനെ രാവിലെ ഇതേ സാധനങ്ങളെല്ലാം വാരിക്കെട്ടി പിറക്കി നേരെ തിരുമല പോവുകയാണ്. അവിടെ നിൽക്കാനായിട്ട് പോകുന്നതല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ലഞ്ചും ഒക്കെ ആയിട്ട് പോവുകയാണ്. അവിടെ പണിക്ക് ആളുണ്ട്, അപ്പോൾ പോയിട്ട് വേദയും വിളിച്ചിട്ട് തിരിച്ച് വരാം. പണിയുടെ കാര്യമൊക്കെ ഒന്ന് നോക്കാൻ നേരി പോവുകയാണ്. ഗാലക്സി ഡിജിറ്റൽ 4.5 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു എയർ ഫ്രയറിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മളെപ്പോലുള്ള ഒരു കുഞ്ഞു ഫാമിലിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു എയർ ഫ്രയർ. ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ ലെഗ്, ഷ്രിംപ്, കേക്ക്, സ്റ്റീക്ക്, ഫിഷ്, റിബ്സ് എന്നിവേണ്ട 7 പ്രീസെറ്റ് പ്രീഹീറ്റ് ഫംഗ്ഷനും അവൈലബിൾ ആണ്. പെർഫെക്റ്റ് ഫോർ ഫാമിലി മീൽസ് ആൻഡ് സ്മോൾ ഗെറ്റ് ടുഗദർ. 1400 വാട്ട്സ് പവർ ഇതിനുള്ളത് കൊണ്ട് ഫാസ്റ്റ് ആൻഡ് ഹെൽത്തി കുക്കിംഗ് ആയിരിക്കും. 360 റാപ്പിഡ് ഹോട്ട് എയർ സർക്കുലേഷൻ ടെക്നോളജിയും ഇതിലുണ്ട്. ഇറ്റ് ക്വിക്ക്ലി ഡിസ്പേഴ്സസ് ഹീറ്റഡ് എയർ ഇൻ ഓൾ ഡയറക്ഷൻസ്. 90% ലെസ് ഓയിലോട് കൂടി ഇത് നമ്മുടെ ഫുഡ് എല്ലായിടത്തും കുക്കാവുകയും ചെയ്യും. ആ ഒരു ക്രിസ്പി ടെക്സ്ചർ അത് അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യും. ഇതിന് ഡിജിറ്റൽ ഡിസ്പ്ലേയും ടച്ച് കൺട്രോളാണ് വരുന്നത്. അതുകൊണ്ട് ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ടെമ്പറേച്ചർ 80 to 200 ഡിഗ്രി സെൽഷ്യസ് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈമർ 120 മിനിറ്റ്സ് വരെ കൊടുക്കാനും പറ്റും. കംസ് വിത്ത് കീപ് വാം ഫംഗ്ഷൻ. അത് നമ്മുടെ കുക്ക്ഡ് ഫുഡിനെ നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞാലും വാം ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ദിസ് എയർ ഫ്രയർ ഓവൻ കംസ് വിത്ത് ബിൽറ്റ് ഇൻ ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ഓട്ടോ ഷട്ട് ഓഫ് ഫംഗ്ഷൻ. ഇതിനൊരു ഇന്നർ ട്രേയും പാനും ഉണ്ട് വിത്ത് ഹാൻഡിൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചോക്ലേറ്റ് ചിപ്പ് കുക്കിയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ബട്ടർ വേണം, പഞ്ചസാര വേണം, മൈദ വേണം, മുട്ട വേണം, വാനില എസൻസ് വേണം, ബേക്കിംഗ് സോഡ വേണം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഓരോ കപ്പ് വെച്ച് അങ്ങ് എടുത്തേക്കുക. എന്നിട്ടൊരു ബോൾ എടുക്കുക. അതിലേക്ക് കുറച്ച് പൗഡർ ഷുഗറാണ് ആക്ച്വലി ഇടേണ്ടത്. കുറച്ച് പൗഡർ ഷുഗറും മെൽറ്റഡ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ പൗഡർ ഷുഗർ അല്ല എടുത്തത്, അല്ലാത്ത ഷുഗറാണ് എടുത്തത്. അല്ലാത്ത ഷുഗർ ആകുമ്പോൾ മെൽറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും. പൗഡർ ഷുഗർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് മെൽറ്റായി മിക്സായൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ബട്ടറും ഷുഗറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്ത് നല്ലതായിട്ട് എടുക്കുക. പൗഡർ ഷുഗറും മെൽറ്റഡ് ബട്ടറും ആണെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് സമയം ഇരുന്നാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കത്തുള്ളൂ കേട്ടോ. പെട്ടെന്ന് നടക്കത്തില്ല, പതിയെ നടക്കത്തുള്ളൂ. അതൊന്ന് നന്നായിട്ട് മെൽറ്റായ ശേഷം അതിലേക്ക്
ഒറ്റൊരു മുട്ട മതി. മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ബട്ടറും പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ആ മുട്ട ഒരു ടേസ്റ്റൊക്കെ അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വാനില എസൻസ് ഇട്ട് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബട്ടർ, ഷുഗർ, എഗ്, വാനില എസൻസ് ഇത് 4 കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ ബാക്കി സാധനങ്ങൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പൗഡർഡ് ഷുഗർ അല്ല ഇടാത്തത് കൊണ്ട് അത് അത്യാവശ്യം തരിതരിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിരുന്നാൽ നല്ല ലൂസായിട്ട് എനിക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മൈദയും ഇട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ഒരു മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവല്ലേ, അതുപോലെ ഒന്ന് തിക്കായിട്ട് വേണം ഇതിൻ്റെ ഡോ മിക്സ് ചെയ്ത് നമ്മൾ എടുക്കാനായിട്ട്. അല്ല എങ്കിൽ കേക്കിൻ്റെ ബാറ്റർ പോലെ ആവും. അതുകൊണ്ട് നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കുഴച്ച് സെറ്റാക്കുക. എന്നിട്ട് 1 മണിക്കൂർ നേരമെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ ബട്ടറും ഇതെല്ലാം കൂടി നല്ല സെറ്റാവും കേട്ടോ. ഇതുപോലെ നമ്മുടെ മാവിനെ കുഴച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മുടെ ചോക്കോ ചിപ്പ് ബട്ടർ കുക്കീസാണ് പറഞ്ഞത്. അപ്പോൾ ചോക്കോ ചിപ്സ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡയറി മിൽക്കാണ്. അതിനെ ഞാനൊന്ന് ഇടിച്ച് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മിക്സിലേക്ക് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷമാണ് നമ്മളൊരു 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത് കേട്ടോ. അപ്പോൾ മാവെല്ലാം നന്നായിട്ട് കുഴച്ച ശേഷം നമ്മളൊരു ചോക്കോ ചിപ്പ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇല്ല എങ്കിൽ ഡയറി മിൽക്കോ ഡാർക്ക് ചോക്ലേറ്റോ നിങ്ങളുടെ ഏതാണോ അതിൽ ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കയ്യിലുള്ളത് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഈ ഒരു സാധനം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ചീമയാണ് ഇതിൻ്റെ ആൾ. ചീമയാണ് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുള്ളത്. ചീമ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം ഭയങ്കര പെർഫെക്ഷനോട് കൂടി അവൾ ഉണ്ടാക്കത്തുള്ളൂ. അതിൻ്റെ മെഷർമെൻ്റ് ആയാലും അത് എത്ര സമയം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതായാലും എല്ലാം കറക്റ്റ് സമയമൊക്കെ അളന്ന് തൂക്കി അവൾ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ കറക്റ്റ് 1 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോഴേക്കും ബാറ്ററെല്ലാം നല്ല സെറ്റായി ഇരിപ്പുണ്ട്. അപ്പം ബട്ടറൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡായിട്ട് ഇരിപ്പുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഒന്ന് മിക്സ് ചെയ്ത് തന്നപ്പോൾ കറക്റ്റ് ഇതായി. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കുക. എന്നിട്ട് പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കും പോലെ ഇങ്ങനെ ഒന്ന് ചപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ എയർ ഫ്രയറിൻ്റെ ട്രേ എടുക്കുക. അതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വയ്ക്കുക. അതിൽ ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് സ്പേസ് ഇട്ട് കുക്കീസ് അതിലേക്ക് വയ്ക്കുക. കുക്കീസിൻ്റെ ഷേപ്പിൽ വയ്ക്കുക. നമ്മുടെ എയർ ഫ്രയറിലേക്ക് വയ്ക്കുക. പവർ ഓൺ ചെയ്യുക. 150 ഡിഗ്രി കൊടുക്കുക. 15 മിനിറ്റ്സ് കൊടുക്കുക. നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുക്കീസ് റെഡി ആവും കേട്ടോ. ട്രസ്റ്റ് മീ ഗൈസ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് ഇത്രയും സക്സസ്ഫുൾ ആവുമെന്നുള്ളത്. പക്ഷേ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ എയർ ഫ്രയർ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്കും ഭയങ്കര മണമായിരുന്നു കേട്ടോ. ഇത് കുക്കീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ടാണ് ഇരുന്നത്. തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് കരിമുരെ ക്രിസ്പി നമ്മുടെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള നമ്മൾ അടിപൊളി കുക്കീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ ഒരു എയർ ഫ്രയർ കിടലം സാധനമാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണേ. ഇനി ക്ലീനിങ്ങിനായിട്ട് റിമൂവ് ദ യൂട്ടൻസിൽസ് ആൻഡ് വാഷ് ദം ആൻഡ് സിംപ്ലി വൈപ്പ്. കാര്യം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. സോ ഗൈസ്, രാവിലെ ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും പണിക്ക് ആളെല്ലാം വന്നു. അവരുടെ പണികളെല്ലാം കാര്യമായിട്ട് നടത്തുകയാണ്. ഇപ്പോൾ 2 ദിവസത്തെ പണിയുണ്ടെന്ന് പറയും. ഇത് മാത്രമല്ലല്ലോ, ഇനി ഇലക്ട്രിക്കൽ പണികളും ഉണ്ട്. പഴയ രീതിയിലുള്ള ഇലക്ട്രിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ട്യൂബൊക്കെ അവിടെ നിന്ന് മാറ്റിയാലേ നമുക്ക് ലൈറ്റ് കിട്ടത്തുള്ളൂ. അവിടെയൊക്കെ ബോർഡ് വരുന്നുണ്ട്. ഞാൻ ഫുൾ കവർ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ചെയ്യാം. ഇനി എപ്പോഴും ചെയ്യൽ നടക്കത്തില്ലല്ലോ. ഇതിപ്പോൾ ഒരു 6-7 വർഷമായില്ലേ, അതിൻ്റേതായ പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വുഡിൻ്റെ ഒരു ഷെയ്ഡ് വരുന്ന ഇതാണ് ചെയ്യുന്നത്. നമ്മളിവിടെ നേരത്തെ ചെയ്തിരുന്നത് മെറൂണും വൈറ്റുമാണ്. വീണ്ടും അത് ചെയ്യാമെന്ന് എഴുതിയിട്ട് പിന്നെ ഞാൻ കരുതി താഴെ വുഡിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലും അങ്ങനെ വുഡിൻ്റെ തന്നെ കൊടുക്കാം. അപ്പോൾ ക്ലീനിങ്ങിനൊക്കെ കുറച്ച് എളുപ്പമുണ്ട് കേട്ടോ. ഭംഗി കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് അഴുക്കാകത്തില്ല. അതുകൊണ്ട് പിന്നെ വുഡിൻ്റെ കളറിൽ തന്നെ മുകളിലും കൊടുക്കാമെന്ന് എഴുതി അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ കവർ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ട്യൂബൊക്കെ അകത്തേക്കാണ് വന്നത്. ആ ട്യൂബിനെ എല്ലാം പൊളിച്ച് വെളിയിലാക്കണം. അങ്ങനെ കുറേയേറെ പരിപാടികളുണ്ട്. അതെല്ലാം നമ്മുടെ ഇലക്ട്രീഷ്യനോട് വന്നിട്ട് ഇനി കാര്യങ്ങളൊക്കെ തീരത്തുള്ളൂ. അപ്പോൾ 2-3 ദിവസത്തെ പരിപാടികളുണ്ട്. അപ്പോൾ വേദ വരുന്നത് വരെ ഞാനിവിടെ നിന്നു.
എനിക്ക് ചെറിയ രീതിയിൽ പല്ലുവേദന ഉണ്ടായിരുന്നു കേട്ടോ. പല്ലുവേദനയല്ല, എടുത്ത സ്ഥലത്തൊരു ചെറിയ ഒരു വേദനയല്ല, ചെറുതായിട്ടൊരു വേദന പോലൊരു തോന്നലുണ്ടായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ കിടപ്പായിരുന്നു കേട്ടോ. രാവിലെ ഇട്ട് വൈകുന്നേരം വേദ വരുന്നത് വരെ ഇങ്ങനെ കിടപ്പായിരുന്നു. പിന്നെ വേദ വന്നിട്ട് നെട്ടയും പോയി. വേദ ഇട്ടിരിക്കുന്ന ഷോർട്സ് ആരുടെ എന്ന് പറയാം. ആരുടെടാ? ഏട്ടൻ്റെ. എണീറ്റൊന്ന് കാണിച്ചോട്. ഇന്ന് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നാളെ ഏത് എക്സാം ഇട്ടവർക്ക് നാളെ ഏത് എക്സാം? ചായ അടിച്ചിട്ട് പോയിന്ന് പടി. മുറുക്ക് കാണിച്ചോട്. ചീമേര 5ാം മാസത്തിനുണ്ടെന്നതിൻ്റെ ബാക്കി. ഇതെല്ലാം ഞാൻ വീഡിയോയിലിടും, ആൾക്കാർ കാണട്ട്. പാവം സുന്ദരി അമ്മേരെ സ്വഭാവം കണ്ടോളൂ. ചീമേര 5ാം മാസത്തിനുണ്ടെന്നതിൻ്റെ ബാക്കി മുറുക്ക്. നമ്മളെല്ലാവർക്കും 3 വലിയ മുറുക്ക് വെച്ചൊക്കെ കൊടുത്തു. എന്നിട്ട് ബാക്കി വന്നു. 101 മുറുക്ക് കൊണ്ടുവന്നില്ലേ? അച്ചിയുടെ സുഹൃത്തുക്കൾ അച്ചിയെ അന്വേഷിക്കും. സുഹൃത്തുക്കൾ എന്തൊക്കെ ചെയ്തിട്ട് സമയം പോകുന്നില്ല കേട്ടോ. സത്യമായിട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞു തീർന്നു. ഇനി പറയാനായിട്ടൊന്നുമില്ല. സമയം പോകുന്നില്ല, വെറുതെ ഇരിക്കുന്നു. എല്ലാവരും ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നു. അല്ലാതെ വേറെ ഒരു ആക്ടിവിറ്റീസും ചെയ്യാനില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ബോറിങ് കേട്ടോ. പിന്നെ എന്താണ് ചെയ്യുക? അതായത് ഇതൊക്കെ തന്നെ പരിപാടികൾ. ചായ കുടിക്കുന്നു, കഴിക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു, നോക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഇതൊക്കെ തന്നെ പരിപാടി. ഇത് നമ്മുടെ ആ ചേട്ടൻ ക്ലീൻ ചെയ്ത് കാടെല്ലാം വെട്ടി നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. നാളെ മിക്കവാറും കോർപ്പറേഷനിൽ നിന്ന് ചേച്ചിമാർ വന്നതിന് അടിച്ച് വാരി കൂട്ടി വെച്ചിട്ട് തീയിടാറുണ്ട് കേട്ടോ. അതാണ് സാധാരണ പതിവ്. അല്ലെങ്കിൽ അമ്മ ഇപ്പോൾ ഇതിനെ വൃത്തിയാക്കാൻ ഇറങ്ങിയാൽ അപ്പോൾ നാളെ ചേച്ചിമാർ മിക്കവാറും വന്ന് ക്ലീൻ ചെയ്യുമെന്ന് കരുതിയിട്ട് അങ്ങനെ തന്നെ ഇട്ടേക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഇത്രയും ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. ഓപ്പോസിറ്റ് ആ കിടക്കുന്ന കാടിനെക്കാട്ടി ഭീകരമായിട്ടാണ് കിടക്കുന്നത്. അത് എത്ര കംപ്ലയിൻറ്റ് ചെയ്താലും അവിടെ അങ്ങനെ കാടായിട്ടേ കിടക്കത്തുള്ളൂ. ആരും അതിനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതങ്ങനെ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ ദേ എല്ലാവരും മുഖത്തോടും മുഖമൊക്കെ നോക്കിയത് ഇങ്ങനെ ഇരിക്കുകയാണ്. വേദയ്ക്ക് നാളെ ഹിന്ദി എക്സാമാണ്. അത് പഠിക്കുകയാണ്. പഠിച്ച് വേദയ്ക്ക് തലപ്രാന്ത് എടുക്കണമെന്ന് പറഞ്ഞ് ചൊറിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. വേദയുടെ കാര്യം നോക്കിക്കേ. ഓ, തലപ്രാന്ത് എടുത്താലും വേണ്ടില്ല, പഠിച്ചാൽ മതി. ഒരു പ്രഗ്നൻ്റ് ലേഡി, ഒരു ഡോക്ടർ, ഒരു എക്സസൈസ് ഇല്ല. ആകെയുള്ളൊരു എക്സസൈസ് വൈകുന്നേരം 5 മണിയാകുമ്പോൾ കൊതുവിന് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും. ഒരു ഫുഡ് കഴിക്കൂല. നിങ്ങളെന്തോന്ന് വലിച്ചിരിക്കുന്നത്? പിന്നെ എന്നാളെ കൊണ്ട് കീറി കളഞ്ഞതെന്തോന്ന്? സർജറി ചെയ്ത് 1 വർഷം വരെ വേറെ കുഴപ്പമൊന്നുമില്ല. സ്മെല്ലറിയാൻ, ശ്വസിക്കാൻ പറ്റും ഒക്കെ. 1 വർഷം കഴിഞ്ഞ ഉടൻ വീണ്ടും കടപ്പും തണുപ്പടിക്കാൻ പറ്റുന്നില്ല, ശ്വസിക്കാൻ പാടില്ല. അന്നത്തെ വേദനയും സഹിച്ച് അത് തന്നെ. ഇങ്ങനെ ആവുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ചെയ്യേണ്ടിയിരുന്നു. വീണ്ടും പഴയതുപോലെയായി. ഇത് കൂടെ നിങ്ങളുള്ളൊരു ചൊറപ്പെടുത്ത് തൂക്കാത്തത്. കുനിഞ്ഞങ്ങോട്ട് തൂക്ക്. ആ, അങ്ങനെ തൂര്. ഗൈസ്, നിങ്ങൾ ഈ അമ്മയുടെ അഹങ്കാരം നോക്കണം. നിങ്ങളെല്ലാവരും ചോദിക്കില്ലേ മുടി എങ്ങനെ, മുടി എന്ത് ചെയ്യണമെന്നൊക്കെ. മുടി വെട്ടിക്കളയാൻ പോണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണില്ല എന്ന്. ഞാൻ വെട്ടിക്കൊടുക്കട്ടാ? വെട്ടട്ടാ? നിങ്ങളല്ലേ പറഞ്ഞ താഴെ വെട്ടിത്തരാൻ. അത് എന്നതായിരുന്നു? അതുകൊണ്ട് വെട്ടിക്കളയാൻ പോണെന്ന്. എന്തൊരു അഹങ്കാരം നോക്കി. തിരിച്ചിട്ട് അഴകാന്ത കൂന്തൽ സുഹൃത്തുക്കൾ കാണട്ടെ. അച്ചി പറയാൻ പോലെ. ഈ തലയിൽ നിങ്ങൾ എന്തോന്നാണ് ചെയ്യണെന്നാണ് എല്ലാരും ചോദിക്കുന്നത്. കൊതുവിനെ കൊന്നു കൊടുക്കണുണ്ട് ചീമ. തിരി കാണട്ടെ കാണ കൂന്തൽ. ഇങ്ങനെയൊക്കെയാണ് 1 മണിക്കൂർ നിന്നാണ് ഇതിനെ പരിപാലിക്കുന്നത്, അറിയോ? ഇത് കിട്ടാത്തല്ലാണ് ആൾക്കാർ. ഷേപ്പ് ഇല്ലാതെ കിടക്കണം. ഞാൻ വെട്ടിത്തട്ടാ? ഷേപ്പ് ഇല്ല, ഞാൻ വെട്ടിത്തട്ടാ? ഇല്ല. യൂട്യൂബിലൊക്കെ കാണിക്കും പോലെ ഇങ്ങനെ ഒരു കെട്ട് കെട്ടുക, എന്നിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ എടുത്തിടുക, എന്നിട്ട് വെട്ടുക. കൊള്ളാം, അടിപൊളി തന്നെ.
ഇങ്ങനെ കാണിച്ചു തരാം. വീണ്ടും ഉടക്കാവും, വീണ്ടും ഉടക്കാവും. അത് തൊട്ടാ ഉടക്കാണ്. ഇത് ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. വേദക്കുട്ടി വാ, അമ്മേടെ പൊന്നും മുടി കിട്ടിയത് കാണിച്ചോട്. എനിക്ക് പൊന്നു വെച്ചിട്ടും വാടാ, ഒറ്റ മിനിറ്റ് വന്നിട്ട് പോ. ഓ, വേദ പഠിക്കണ തിരക്കാരും ശല്യം ചെയ്ത്. ഈ കിടന്ന് പറക്കണതെല്ലാം കൊതുകാണ് ഗൈസ്, അത്ര കൊതുക്. ഇന്ന് ഇവിടെ കാടുകൂടെ വെട്ടിയപ്പോഴേ ഭയങ്കര കൊതുക്. അവിടെ പപ്പിക്ക് ചീമ കൊതുകിനെ കൊന്നു കൊടുക്കണ്. നീ മനുഷ്യനെ ഇവിടെ കടിക്കണം, ഇങ്ങോട്ട് വാ. അത് തന്നെ അവിടെ കൊണ്ടിട്ട് അടിച്ചടിച്ച് അകത്തേക്ക് കാണൂല എന്നിട്ട് എന്നെയാണ് പറയണത്. പപ്പിയുടെ രോമത്തിന്റെ ഇടയിലാണ് കൊതുക് അത്രയും. പപ്പി വരുമ്പോ ഒരു ലോഡ് കൊതുകിനെ കൊണ്ടാണ് വരണത്. അഴിച്ചുവിടാ അതിനെ ചീമ. 5:30 ആയല്ല. കുനിയരുത് ചീമ, കുനിയരുത്. അത് തന്നെ, ചീമയ്ക്ക് അലർജി ഉള്ളതാണ്. ഓർമ്മിച്ചില്ല, അടിക്കണ്ട. ഓ, മുടിയൊക്കെ കെട്ടി. വസ്ത്രയുടെ മോഡലാണ്. 2 സാരി ഉണ്ട് തട്ടാ. ഉണങ്ങി ഉണങ്ങി ഉണങ്ങിയെന്ന്. ഇതെന്തോന്ന്? ഇന്നലെ ഒരു തവളയായിട്ടായിരുന്നു കളി പപ്പി. പപ്പി ജീവിതത്തെ ആദ്യമായിട്ടാണ്. ഓ, പുതിയൊരു സ്നേഹം. അല്ലെങ്കിൽ പപ്പി അങ്ങോട്ട് പോവാനേ ഇല്ല. വീഡിയോ കാണാം. ഭയങ്കര സ്നേഹം. വേറെ സ്വന്തമായിട്ട് തലമുടി കെട്ടിയ നോക്കി, ഇത് നീറ്റായിട്ട് കെട്ടിയ നോക്ക്. പപ്പിയുടെ മമ്മി. നിങ്ങൾക്ക് ഭയങ്കര ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ ഇങ്ങനെ പപ്പിയെ തൊട്ടിട്ടുണ്ടോ? തൊട്ടിട്ടുണ്ടോ? ഞാൻ തൊടയൊക്കെ ചെയ്യും. എനിക്ക് പോണില്ല. ശരി ശരി. വീഡിയോ എടുക്കണം അറിഞ്ഞുകൊണ്ടിരിക്കണേന്ന് തോന്നുന്നു പപ്പി. അല്ല, ഇന്ന് വരെ ഇങ്ങനെ ഇന്ന് വരെ പപ്പി ഇങ്ങനെ ഇരിക്കണേ കണ്ടിട്ടേ ഇല്ല. എന്ത് മര്യാദയുള്ള ആ കാലാണെങ്കിൽ സ്ലിപ്പായി പോണ്. ഞാൻ ഇറങ്ങി പോന്ന് പറഞ്ഞിട്ട് പോലും പോവാതെയാണ് വന്നിപ്പോ ഒതുങ്ങിയിരിക്കണത്. ഇന്ന് വരെ ജീവിതത്തിൽ ഇങ്ങനെ ഇരിക്കണേ ഞാൻ കണ്ടിട്ടില്ല. നീ വിളിച്ചോക്ക് അങ്ങോട്ട്. അറിയാന് അന്നെ അറിയാം, വീഡിയോ എടുക്കണമെന്ന് അറിയാം. അന്നങ്ങളില്ല. ഓ, ഇന്നലെ പീച്ച കൊടുക്കാത്ത പൊന്നു വിളിച്ചോക്ക്. ഇവിടെ വീഡിയോ എടുക്കുന്നു. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഗായ്സ്, ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നെട്ടയത്തുണ്ടായിരുന്നു, പിന്നെ തിരുമല വീട്ടിൽ പോയി, പല്ല് ചെറിയ വേദനയുണ്ട്. ഇതൊക്കെ തന്നെ ആട്ടോ ഇന്നത്തെയും പോലത്തെ വിശേഷമാണെന്നും. അപ്പോൾ നമ്മുടെ അഗാരോ എയർ ഫ്രയർ പ്രോഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു സൂപ്പർ പ്രോഡക്റ്റാണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കുഞ്ഞൊരു വിശേഷം എൻഡ് ചെയ്യാം. കുഞ്ഞല്ല, അത്യാവശ്യം വലിയ ഒരു വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. നാളെ പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വലിയ കുഞ്ഞ് വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ടാറ്റാ, ബൈ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.